ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കേരള വാട്ടർ അതോറിറ്റി LD ടൈപ്പിസ്റ്റിൻ്റെ വിജ്ഞാപനം ഉടനെ ഉണ്ടാവും എന്ന് PSC അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ പോസ്റ്റിനെ പറ്റി ഇപ്പം അതിൻ്റെ എത്രമാത്രം കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ഇത്ര പേർക്ക് നിയമനമുണ്ടായി, അതിൻ്റെ ക്വാളിഫിക്കേഷൻ, അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വാട്ടർ അതോറിറ്റി LD ടൈപ്പിസ്റ്റിൻ്റെ നിലവിലുള്ള ലിസ്റ്റിൻ്റെ സ്റ്റാറ്റസ് ആണിത്. ആ ലിസ്റ്റ് നിലവിൽ വന്നത് 24/3/2021 16/10/2023 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ടോട്ടൽ അഡ്വൈസ് 150 പേർക്കാണ് പോയിട്ടുള്ളത്. അതിൽ ഓപ്പൺ കാറ്റഗറിയിലുള്ള 156 റാങ്ക് ഉള്ളവർക്ക് വരെ, ഓപ്പൺ കോമ്പറ്റീഷനിലുള്ള 156 റാങ്ക് ഉള്ളവർക്ക് വരെ എന്ത് പോയിട്ടുണ്ട്? അപ്പോയിൻമെൻറ്റ് ഓർഡർ പോയിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് നിയമനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ചില പ്രശ്നങ്ങൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഉദ്യോഗാർത്ഥികൾ കേസിനൊക്കെ പോയിട്ട് പിന്നെ നിയമനങ്ങളൊക്കെ അത്യാവശ്യം നടന്നിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പോസ്റ്റാണ്. എല്ലാവരും ആ ഗൗരവം എടുത്ത് പഠനം എത്രയും വേഗം ആരംഭിക്കുക. സപ്പോർട്ടിനായി ഞാൻ ഈ ചാനലിലൂടെ കുറച്ച് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരപ്രദമാകണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പം അടുത്ത കാര്യം സംസാരിക്കാം. ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ് അടുത്ത ഒരു പ്രശ്നം. അതായത് ഇതിനകത്ത് ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ്, അതുപോലെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ ഓർ ഇറ്റ്സ് ഇക്വലൻറ്റ്, ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ ഓർ ഇക്വലൻറ്റ്. ഇനി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആഫ്റ്റർ അണ്ടർഗോയിങ് എ കോഴ്സ് ഓഫ് സ്റ്റഡി ഓഫ് നോട്ട് ലെസ് ദാൻ 6 months ഫ്രം ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള, കോസി ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരള. ഓക്കെ, അപ്പം ഡിഗ്രി വേണം. നമ്മളുടെ KGTയുടെ തന്നെ ലോവർ ഇക്വലൻറ്റും മലയാളവും ഇംഗ്ലീഷും ലോവർ ആവശ്യമാണ്. പിന്നെ വേണ്ടത് DC ആണ്. അപ്പോൾ ഈ ടൈപ്പ് റൈറ്റിംഗ് യോഗ്യതയുണ്ട്, ഡിഗ്രിയുമുണ്ട്. പിന്നെ PSC ചോദിച്ചിട്ടില്ലാത്ത സാധാരണ PSC ചോദിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിലൊന്നും DC ചോദിക്കുന്നില്ല. എക്സ്ട്രാ ഇതിനകത്ത് അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷനാണ് DCA. ഈ DCA ഇല്ലയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാതിരിക്കരുത്. ഇതിന് ഇക്വലൻ്റായിട്ട് കുറേ കോഴ്സുകൾ PSC അംഗീകരിച്ചിട്ടുണ്ട്. ആ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ആ കോഴ്സ് ലിസ്റ്റിലേക്കാണ് അടുത്തതായി പോകുന്നത്. ഒന്നാമത്തെ കോഴ്സ് COPA, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് ആണ്. ഇത് NCVT നടത്തുന്ന 1 year കോഴ്സാണ്. പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇത് യൂണിവേഴ്സിറ്റീസ് നടത്തുന്നുണ്ട്. അതുപോലെ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നടത്തുന്നുണ്ട്, IHRD നടത്തുന്നുണ്ട്, LBSൻ്റെ സെൻറ്ററുകളും സബ് സെൻറ്ററുകളും നടത്തുന്നുണ്ട്, IHRD നടത്തുന്നുണ്ട്. ഇത് 1 year കോഴ്സാണ്. അതുപോലെ പോസ്റ്റ് ഡിപ്ലോമ ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഇതും സ്റ്റേറ്റ് ബോർഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷനും IHRDയും നടത്തുന്ന 1 വർഷത്തെ കോഴ്സാണ്. ഇതുകൂടാതെ BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, BTech ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് BTech കമ്പ്യൂട്ടർ സയൻസും ITയും, അത് 4 വർഷത്തെ BTech കോഴ്സാണ്. അടുത്തത് കുറച്ച് ഡിപ്ലോമ കോഴ്സുകളാണ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനാണ്. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് മെയിൻ്റനൻസ്, ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി, ഡിപ്ലോമ ഇൻ CABM. ഇത്രയും കോഴ്സുകൾ. CABM എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ് മാനേജ്മെൻ്റ് ആണ്. ഇത്രയും കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനാണ്. ഇത് 3 വർഷത്തെ കോഴ്സാണ്. ഇതും എന്തിന് ഇക്വലൻ്റായിട്ട് PSC അംഗീകരിച്ചിട്ടുണ്ട്? DCAക്ക് ഇക്വലൻ്റായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതായത് ഈ കോഴ്സ് പഠിച്ചവരൊന്നും തന്നെ പിന്നെ DCA എന്ന് പറയുന്ന കോഴ്സ് സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് അർത്ഥം. അടുത്തത് MCA, MSc കമ്പ്യൂട്ടർ സയൻസ്, MSc IT, BSc കമ്പ്യൂട്ടർ സയൻസ്, BCA,
ബികോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇത് യൂണിവേഴ്സിറ്റി 3 വർഷം നടത്തുന്ന ഡിഗ്രി PG കോഴ്സുകളാണ്. PG കോഴ്സുകൾ 2 വർഷം ഉള്ളതും ഉണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ഹയർ സെക്കൻഡറിയിലെ കുറച്ച് കോഴ്സുകളുണ്ട്. അതായത് ഹയർ സെക്കൻഡറിയിൽ നമ്മൾ സുവോളജി ബോട്ടണി പഠിക്കുന്നതിന് പകരം കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പഠിക്കുന്നതുണ്ട്. അതായത് ഹയർ സെക്കൻഡറി വിത്ത് കമ്പ്യൂട്ടർ സയൻസ്, ഹയർ സെക്കൻഡറി വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, VHSCയിൽ കമ്പ്യൂട്ടർ സയൻസ്, VHSC വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇത് നമ്മൾ +2 പഠിക്കുന്നതാണ്. ഈ കോഴ്സ് ഇത് സ്പെഷ്യലൈസ് എടുത്ത് പഠിച്ച കുട്ടികൾ DCA പിന്നെ എക്സ്ട്രാ പോയി പഠിക്കേണ്ടതല്ല, DCAക്ക് ഇക്വലൻ്റ് ആണ്. അടുത്തതായി വരുന്ന കോഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക് ആൻഡ് അക്രഡിറ്റേഷൻ ഓഫ് കമ്പ്യൂട്ടർ ക്ലാസ്സസ്. അവരുടെ O ലെവൽ, A ലെവൽ, B ലെവൽ, C ലെവൽ അത് ആ സൊസൈറ്റി നടത്തുന്നതാണ്. ഈ കോഴ്സുകളും പാസ്സായവർ എന്താണ്, അത് DCAക്ക് ഇക്വലൻ്റ് ആണ്. അപ്പം ഈ കോഴ്സുകളൊക്കെ പാസ്സായിട്ടുണ്ട്, നമ്മൾ എക്സ്ട്രാ DCA പഠിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വാട്ടർ അതോറിറ്റി LD ടൈപ്സിന് അപ്ലൈ ചെയ്യുക. ഈ ഗവൺമെൻറ് ഓർഡറുമായിട്ട് നമ്മൾ വെരിഫിക്കേഷൻ്റെ സമയത്ത് ചെന്നാൽ മതിയാകും. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സുകളും കൂടുതൽ അറിവുകളുമായി എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.